നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു സാമൂഹ്യ വിപത്തിനെ പറ്റി തന്നെയാണ്. എന്താണത്? നമ്മൾ ന്യൂസ് പേപ്പർ നോക്കിയാലും മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാലും മറ്റ് ഓഡിയോ വിഷ്വലായിട്ടുള്ളത് നമ്മുടെ മുഖ്യധാര ടി വി ആയിക്കഴിഞ്ഞാലും യൂട്യൂബ് ആയിക്കഴിഞ്ഞാലും എല്ലാ ദിവസവും കൊലപാതകം. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്ന കേരളത്തിലാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതേപ്പറ്റി ആരും കെയർ ചെയ്യാതെയില്ല. പക്ഷേ നമുക്ക് വരുമ്പം മാത്രമേ നമ്മൾ അതേപ്പറ്റി അന്വേഷിക്കത്തുള്ളൂ. മറ്റേ എവിടെ സംഭവിച്ചു അത് പോട്ട്. ഇത് എല്ലാ ദിവസവും മാനസിക നില തെറ്റിയ ഒരു രീതിയാണ് നമ്മുടെ എല്ലാ ആൾക്കും. സംഗതി സത്യമാണ്, മാനസിക നില തെറ്റിയ ആളുകളാണ്. ഇപ്പം നമ്മൾ ആഹാരം കഴിക്കേണ്ടുന്നതിന് പകരം മദ്യത്തിന് വില കൂടുതലായതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചിരിക്കുന്നത് മയക്കുമരുന്നുകളെയാണ്. പണ്ട് മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന കഞ്ചാവാണ്. ഇപ്പോഴത് മാറ്റിയിട്ടില്ല. ഇപ്പം കെമിക്കൽ മയക്കുമരുന്നുകളാണ്. അതാകുമ്പോഴത്തേക്ക് വില വളരെ കുറവ്, അവർക്ക് കൂടുതലായിട്ട് എഫക്റ്റും ചെയ്യും. അത് ആരും ശ്രദ്ധിക്കത്തില്ല, ആരും അറിയത്തില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ഫീൽഡിലും ഉണ്ട്. അതായത് ഏകദേശം ഒരു 10 വയസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം എത്ര 5 10 ഏകദേശം ഒരു 6-7 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് എന്ന് പറഞ്ഞാൽ നേഴ്സറി കുട്ടികളെ ഒഴിച്ച് ബാക്കിയെല്ലാം തൊട്ട് ഈവൻ കോളേജ് പ്രൊഫസേഴ്സ്, ഈവൻ ഡോക്ടേഴ്സിനെ നമുക്ക് ഒഴിവാക്കാൻ ഒക്കത്തില്ല. കാരണം മെഡിക്കൽ സ്റ്റുഡൻസ് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണല്ലോ നാളത്തെ ഡോക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു ടെൻഡൻസി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് വെള്ളത്തിനേക്കായും ആഹാരത്തിനേക്കായും സുലഭമാണ് മദ്യം, മയക്കുമരുന്നുകൾ. ഇപ്പം ഞാൻ പോളിറ്റിക്സിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിനെല്ലാം കാരണം പോയില്ലെങ്കിൽ തന്നെ ഇതിനെല്ലാം ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് ഏത് ഭരണാധികാരികളായിക്കഴിഞ്ഞാലും കേരളത്തിൻ്റെ ഒരു ടെൻഡൻസി അതായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവർക്ക് തന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരും മനുഷ്യരല്ലേ. അപ്പോൾ അവർക്കും ഇതിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഇതുണ്ട്. പക്ഷേ ഭരണതലത്തിൽ ഇതിന് സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഓർഡർ ഇറക്കി ഈ സ്കൂൾ തലം തൊട്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാം കോളേജ് ലെവലായിക്കഴിഞ്ഞാലും ജോലിയായിക്കഴിഞ്ഞാലും ഇവിടെയെല്ലാം ഇവരെ ബോധവാന്മാരാക്കാതെ യാതൊരു രക്ഷയില്ല. ഇവരെയെല്ലാം പഠിപ്പിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം കാണുന്നതാണ്. ഓരോ വീടുകളിൽ ഈ മദ്യം കിട്ടാത്തതിൻ്റെ പേരിൽ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, സഹോദരങ്ങൾ തമ്മിത്താൻ കുഴപ്പമുണ്ടാക്കുന്നു, വിദ്യാർത്ഥികൾ തമ്മിത്താൻ അടിവെക്കുന്നു, വിദ്യാർത്ഥികൾ സാറന്മാരെ കുത്തുന്നു. അത് തന്നെ ഒരു പേപ്പർ ന്യൂസ് വായിച്ചിട്ടുണ്ട്. ഒരു ലേഡി ടീച്ചറിനെ കൊച്ചു പിള്ളേർ അവർ കുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളെല്ലാം സമനില തെറ്റിയ ആളുകളാണ്. ഇപ്പോൾ ഉദാഹരണം പോലെ ഈ ഡ്രൈവിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നമുക്ക് വണ്ടി ഓടിക്കാൻ ഒക്കത്തില്ല. കാരണം ലെഫ്റ്റും റൈറ്റും മേലെക്കൂടിയും താഴെക്കൂടിയും എല്ലാം ഓട്ടമാണ്. ഇതിനൊന്നും ഒരു ലെവലും ഇല്ല. ഇതാര് കൺട്രോൾ ചെയ്യാൻ? എന്ത് കൺട്രോൾ ചെയ്യാൻ? ഇതൊരു മഹാദുരന്തം തന്നെയാണ്. ഇത് കേരളത്തിലത്രയും ഞാൻ നോക്കിയിട്ട് ലോകത്തിലെങ്ങുമില്ല. അപ്പോൾ അമേരിക്കയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഒരു ബോധവുമില്ലാതെ ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഏരിയയിൽ സാധാരണ ആരും പോകാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഏറ്റവും വലിയ തലസ്ഥാന നഗരിയിൽ തന്നെയാണ് ഇതെല്ലാം കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം തന്നെ എടുക്കാം. സെക്രട്ടേറിയറ്റ് എടുത്ത് കഴിഞ്ഞാൽ 4 വശവും മദ്യം സുലഭമാണ്, മയക്കുമരുന്ന് സുലഭമാണ്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഇതിനെ എൻ്റർടൈൻ ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഒരു വ്യവസായമായിട്ട് മാറ്റിയിരിക്കുകയാണ് മദ്യം. എന്നാൽ ഈ കേരളം പോലെ നല്ലൊരു രാജ്യം ലോകത്തെങ്ങും ഇല്ല. നമുക്ക് ഏത് സമയത്തും നമ്മുടെ കൊച്ചു ഷർട്ട് കൊണ്ട് നമുക്ക് ജീവിക്കാവുന്നത്, മാനേജ് ചെയ്യാവുന്ന കാലാവസ്ഥ, നമുക്ക് ആവശ്യത്തിനുള്ള വൃക്ഷങ്ങൾ, മല, അടുത്ത നദികൾ, ഏകദേശം 40 നദികളുണ്ട്. അതുപോലെ കടൽ തീരം. ഇത് മാറ്റിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു വരുമാനം ഈ ടൂറിസത്തിലേക്ക് മാറ്റാമെങ്കിൽ
ഇവിടെ കോടിക്കണക്കിന് രൂപ ദിവസം ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഗവൺമെൻറ് ഇതൊന്നും ശ്രദ്ധിക്കാതെ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ മദ്യത്തിനോ ഉള്ള ആളുകളെ ചുമ്മാ അങ്ങ് ഒരു കൺട്രോളില്ല പോയിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ വീട്ടിൽ തന്നെ കുട്ടികളെല്ലാം മൗനമായിട്ടിരിക്കും. അവന് പഠിക്കാൻ താല്പര്യമില്ല, ആഹാരം കഴിക്കാൻ താല്പര്യമില്ല, വെള്ളം കുടിക്കാനും താല്പര്യമില്ല. ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് ചിലപ്പോൾ സെക്യൂരിറ്റികളെ കാണാം, അവരിങ്ങനെ തലയും കുനിച്ചാണ് നിൽക്കുന്നത്. കാരണം ഇതെല്ലാം മയക്കുമരുന്നിന് അടിമയാണ്. അപ്പോൾ ഇതിൽ ഈ പോലീസിലും ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. പക്ഷേ അവർക്ക് നിയന്ത്രിക്കാൻ ഒക്കത്തില്ല ഒന്നും. അപ്പോൾ ഇതൊന്നും നിയന്ത്രണ അതീതമായിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ഭ്രാന്താലയം. ഇപ്പോൾ അതല്ല, ഭ്രാന്താലയം സ്ക്വയർ ഇട്ട് പറയേണ്ട ഭ്രാന്താലയമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രതീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിവുള്ള ആളുകൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ സ്കൂൾ അധികൃതർ എല്ലാ ദിവസവും ഈ കുട്ടികളെ ശ്രദ്ധിക്കുക. പക്ഷേ അതൊരു ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഒരു ക്ലാസ്സിൽ 10-40 കുട്ടികളാണ്. ഇവിടെ വലിയ രീതിയിൽ നല്ല രീതിയിൽ സ്ട്രിക്റ്റായിട്ട് നടക്കുന്ന സ്കൂളുകൾ വരെയും ഇത് ഉണ്ട്. കാരണം ആർക്കും നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? കാരണം പിന്നെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സുലഭമാണ് ഈ സാധനം. ആദ്യമൊക്കെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും ഈ മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്നവർ. അപ്പോൾ ഇവർക്ക് ഇതിനൊരു അഡിക്ഷൻ വരും. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഇതാണ് അവരുടെ ലക്ഷ്യം. വീട്ടിൽ നിന്നോ എവിടെ നിന്നെങ്കിലുമൊക്കെ മോഷണമൊക്കെ ആരംഭിക്കും. ആദ്യം വീട്ടിൽ നിന്ന് മോഷണം ആരംഭിക്കും, പിന്നെ പബ്ലിക്കായിട്ട് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെ ഇത് ഏറ്റെടുത്ത് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഗവൺമെൻറ്റിന് ഒരു ലിമിറ്റേഷനുണ്ട്. ഗവൺമെൻറ് ഞാൻ കുറ്റം പറയുന്നില്ല, നമ്മുടെ ജനം അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുന്നതല്ലേ ഗവൺമെൻറ്. അപ്പം പിന്നെ നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് അവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലൊക്കെ തന്നെയാണ്. കാരണം ഈ ഒരു രോഗികൾക്കും നോർമലായിട്ടല്ല വരുന്നത്. ഡോക്ടർമാർ വരെയും ഭയന്ന് വിറച്ചാണ് ഓരോ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കൊട്ടാരക്കര തന്നെ ആ കുട്ടിയുടെ പേര് മറന്നു, മെഡിക്കൽ ഡോക്ടറെ കുത്തിക്കൊന്നു. അയാൾ അബോധാവസ്ഥയിലായിരുന്നു. അപ്പോൾ ആർക്കും ഒരു സുരക്ഷിതമില്ലാത്ത ഒരു സ്ഥലമായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഇത് ഭ്രാന്താലയമല്ല, സൂപ്പർ ഭ്രാന്താലയമായിട്ടാണ് കേരളം മാറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും എൻ്റെ സെൻറ്ററിൽ പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ് ഇതിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.